എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ മുത്തുമണികളെ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ പാഠഭാഗത്തിലെ മനോഹരമായ ഒരു കവിതയുണ്ട്. നമ്മുടെ കൃഷ്ണവാര്യർ എഴുതിയ ഏത് വയൽ കാഴ്ചകൾ എന്ന് പറയുന്ന കവിത. ഈ കവിത പഠിക്കുമ്പോൾ മക്കളെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് നമ്മുടെ വയൽ കാഴ്ചകൾ തന്നെയാണ്. എന്താ സാറേ, എനിക്ക് വയൽ കാഴ്ചകളൊന്നും അറിയില്ല സാറേ, എനിക്ക് ഈ ടൗണിലെ ബസ്, കാറ്, ജീപ്പ് അതൊക്കെ അറിയുമെന്ന് പറയുന്ന മക്കളെ, നിങ്ങൾ വയൽ കണ്ടിട്ടില്ലേ? പാടങ്ങൾ കണ്ടിട്ടില്ലേ? നെൽപ്പാടങ്ങള്. അത് കാണുമ്പോൾ കിട്ടുന്ന സുന്ദരമായ കാഴ്ചകളില്ലേ? ആ കാഴ്ചകളൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള മനോഹരമായ കവിതയാണ് ഏത്? വയൽ കാഴ്ചകൾ. ഇപ്പൊ നോക്കൂ, നമ്മുടെ കവിത പഠിക്കുമ്പോൾ ആദ്യം ഒരു ദൃശ്യം കാണുന്നില്ലേ? അതെന്താണ്? മയിലാണല്ലേ. മയിൽ എന്താണ്? ഒരു നെൽക്കതിർ കടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എവിടെ ഇരിക്കുന്നേ? ഒരു മരത്തിന്റെ മുകളിൽ. അപ്പൊ ഈ മയിലിന്റെ താഴെ എന്ത് വരുന്നുണ്ട്? പാടങ്ങൾ കാണിക്കുന്നില്ലേ? നെൽപ്പാടങ്ങൾ കണ്ടോ? കർഷകരെ കണ്ടോ? ഇതൊക്കെ എന്താണ്? ഈ കാഴ്ചകളാണല്ലേ. വയലിലെ കാഴ്ചകളെയാണ് ഇതെല്ലാം ഓർമ്മപ്പെടുത്തുന്നത്. ഇപ്പൊ പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ട് പ്രകൃതിയുടെ സുന്ദരമായ കാഴ്ചകളെയാണ് വയൽ കാഴ്ചകൾ എന്ന് പറയുന്ന ഈ കവിതയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അല്ലേ? എന്താണ് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് എഴുതിയിട്ടുള്ളത്? പ്രകൃതിയോട് ചേർന്ന് നിന്നും പ്രകൃതിയിൽ ഇടപെട്ടുമാണ് കൃഷി മുന്നോട്ട് പോയത് അല്ലേ? ഇതൊന്ന് വായിച്ചു നോക്കടാ. പ്രകൃതിയോട് ചേർന്ന് നിന്നും പ്രകൃതി ഇടപെട്ടുമാണ് കൃഷി മുന്നോട്ട് പോയത്. ഒന്നും സാറിൻ്റെ കൂടെ ഉറക്കെ വായിച്ചു നോക്കൊന്ന്. ഉറക്കെ വായിക്ക്, സാറിൻ്റെ കൂടെ വായിക്ക്. പ്രകൃതിയോട് ചേർന്ന് നിന്നും വായിക്ക്. പ്രകൃതിയോട് ചേർന്ന് നിന്നും പ്രകൃതിയിൽ ഇടപെട്ടുമാണ് കൃഷി മുന്നോട്ട് പോയത് അല്ലേ? കൃഷി അങ്ങനെയല്ലേ മുന്നോട്ട് പോയത്? പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതിൻ്റെ പ്രാധാന്യമാണ് NV കൃഷ്ണവാര്യർ പരിഭാഷ ചെയ്ത, അതായത് ട്രാൻസ്ലേറ്റ് ചെയ്ത ഇടൈക്കാടനാർ കവിത, അകം കവിതകൾ എന്ന് പറയുന്നത്. ഇതൊരു തമിഴ് കവിതയാണ്. തമിഴും മലയാളമൊക്കെ കൂട്ടിച്ചേർന്നൊരു കവിതയാണ് അകം കവിതകൾ. ഇടൈക്കാടനാർ അത് മലയാളത്തിലേക്ക് NV കൃഷ്ണവാര്യർ പരിഭാഷ ചെയ്തതാണ്. പരിഭാഷ വെച്ചാൽ മറ്റൊരു ഭാഷയിൽ എഴുതിയ കവിത മലയാളത്തിലേക്ക് വേറൊരു ഭാഷയിലേക്ക് മാറ്റുന്നതിനെയാണ് പരിഭാഷ, ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. മക്കൾക്ക് അറിയില്ലേ? അത് അറിയാം. ഇപ്പം സാറ് ഫസ്റ്റ് ഈ കവിത ഒന്നുമല്ല വായിച്ചു തരാം, എന്നിട്ട് നമുക്ക് ഈ കവിതയുടെ ഓരോ ആശയങ്ങളെ വരിയായിട്ട് പഠിച്ചു പോവാം. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് ഈ കവിത ഒന്ന് പെട്ടെന്ന് വായിച്ചു പോയാലോ? പോകാം. പേമഴ പെയ്തേ പാരമിരുളും പുലർക്കാലം പൂഴി കീഴ്മേലായി രണ്ടു ഭാഗത്തും അറിയവേ കാളയെ പൂട്ടി തയ്യാറാക്കിയ ചെമ്മൺമേട്ടിൽ കീറിയോരിറച്ചി പോൽ നീർവാലും കരിച്ചാലിൽ ഊന്നിയ വിത്തൊക്കെയും മുളച്ചു പൊന്തിയിടുമ്പോൾ തിന്നുവാൻ വന്നെത്തിയ കലമാൻ പറ്റം പോലെ പനയോലയാൽ തീർന്നു കാൽ നീണ്ട കുട ചൂടി പണിയാൻ ഉത്സാഹം പൂണ്ടെത്തിയ കൃഷി വളർ പറ കൊട്ടിയിടും താളം ഒപ്പിച്ചു കൊത്തിക്കിളച്ചടിവേരോടെ കളക്കുറ്റികൾ പറിക്കുന്നു വിസ്തൃതം പുനം അതിൽ വിളഞ്ഞു വരക് ഇനി എത്രയും രുചിയഴുമതിൻ്റെ കതിരുകൾ ഉണ്ണുവാൻ ഇങ്ങെത്തിയിടും തലയിൽ കുടുംബയും വർണ്ണചിത്രമാം വാലുമിയലും മയിലുകൾ പുറമേ കറുപ്പെഴും വരകിൻ കതിർ തിന്നിട്ടവ പീലികൾ വിരിച്ചെത്രയും പുളപ്പോടെ കൊല്ലയിൽ ഉഴന്നവരച്ചയ്ക്കു ചോറുണ്ണുമ്പോൾ തെല്ലൊരു തണൽ കിട്ടാൻ വെട്ടാതെ നിർത്തിയിട്ടുള്ള വലുതാം ഇലയെഴും കുരുന്തമരത്തിൻ്റെ വളഞ്ഞ കൊമ്പിൽ കയറി അന്തസ്സാർന്നിരുന്നിടും അല്ലേ? ഇത് മനോഹരമായ കവിതയാണല്ലേ. നമ്മുടെ അകം കവിതകൾ, ഇടൈക്കാടനാർ എഴുതിയ അകം കവിതകൾ മലയാളത്തിലേക്ക് NV കൃഷ്ണവാര്യർ പരിഭാഷ ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പം എന്താണ് മക്കളെ ഈ കവിത കേട്ടപ്പോൾ മനസ്സിലായ കാര്യം? വയൽ കാഴ്ചകളല്ലേ. വയലിൽ കാണുന്ന കാഴ്ച, നാട്ടിനു പുറത്തിൻ്റെ കാഴ്ച, ഈ മനോഹരമായ കാഴ്ചകളെയാണ് ഇവിടെ ഈ കവിതയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ വരികൾ വായിച്ച് അതിൻ്റെ അർത്ഥം പറഞ്ഞു പോയാലോ? പോകാം. പേമഴ പെയ്തേ പാരമിരുളും പുലർക്കാലം. പേമഴ, വലിയ മഴ പെയ്തു അല്ലേ? പേമഴ, മഴ വെച്ചാൽ ഒടുക്കത്തെ മഴയാ മക്കളെ അല്ലേ? മഴ. മലമല്ലൂയ തക തക മാലുമല്ലൂയ മാലുമല്ലൂയ തക തക മാലുമല്ലൂയ
വെള്ളത്തി വന്നെന്നെ കല്ലു പറഞ്ഞേ മലുമലല്ലൂയ, പള്ളത്തി വന്നെന്നെ കല്ലു പറഞ്ഞേ മലുമലല്ലൂയ, ഹായ് മലമലല്ലൂയ തക തക മലുമലല്ലൂയ. ആ പാട്ട് കേട്ടിനോ? അത് മഴയായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ടാണ് അല്ലേ? പെയ്യട്ടെ മഴ പെയ്യട്ടെ, പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് തുടങ്ങുന്നില്ലേ? ഇപ്പൊ കോരിച്ചൊരിയുന്ന മഴയെ കുറിച്ചാണ് ഈ വരി പറയുന്നത്. എന്താണ്? പേമഴ പെയ്തേ പാരമിരുളും അല്ലേ? പേമഴ പെയ്യേ പാരമിരുളും പുലർക്കാലം, ഒടുക്കത്തെ മഴ, കനത്ത മഴയാണ് അല്ലേ? ഏത്? പാരമുരുളും പുലർക്കാലം മുതലേ കനത്ത മഴയാണ്. പൂഴി കീഴ്മേലായി രണ്ടു ഭാഗത്തും അറിയവേ, കാളയെ പൂട്ടി തയ്യാറാക്കിയ ചെമ്മൺമേട്ടിൽ കീറിയോരിറച്ചി പോൽ നീർവാലും കരിച്ചാലിൽ. അതായത് എന്താ പറയണേ? കടുത്ത മഴയെ കുറിച്ചാണ് പറയുന്നത്. കാളയെ പൂട്ടി തയ്യാറാക്കിയ, കാളയെ നമ്മൾ എന്ത് ചെയ്യും? പൂട്ടും അല്ലേ? ഈ വയലിൽ കാളയെ പൂട്ടില്ലേ? എന്താ പറയാ? ഇപ്പൊ ട്രാക്ടർ ഉപയോഗിക്കും. പണ്ട് കാളക്കുട്ടന്മാരെ വെച്ചിട്ട് ബാക്കിൽ കലപ്പ വെച്ച് ഇങ്ങനെ വെള്ളാക്കും അല്ലേ? അപ്പൊ കാളയെ പൂട്ടി അതിലൂടെ ഒക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി വരികയാണ് ആ മഴയത്ത്. അത് പ്രകൃതിയുടെ സൗന്ദര്യം, ആ വയൽ കാഴ്ചകളാണ് ഈ വരിയിൽ പറയണേ. ഈ വരിയിൽ കാളക്കുട്ടന്മാരെ കൂട്ടിയതും മഴയുടെ ആ ഒരു ശക്തമായ മഴയും, ആ കാളക്കുട്ടന്മാരെ പൂട്ടിയപ്പോൾ ആ ഉഴുതിയ മണ്ണിലൂടെ നീർച്ചാലിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന സുന്ദരമായ ദൃശ്യമാണ് ഇവിടെ ആവിഷ്കരിക്കുന്നത്. ഊന്നിയ വിത്തൊക്കെയും മുളച്ചു പൊന്തിയിടുമ്പോൾ, അതായത് വിത്ത് പൊന്തിയിടുമ്പോൾ ഇവിടെ മനോഹരമായ വിത്ത് ഇങ്ങനെ പൊന്തി പൊന്തി വരുന്നുണ്ട് കേട്ടോ. കർഷകർ ഇങ്ങനെ വിത്തെറിയില്ലേ? ആ വിത്തെറിഞ്ഞ ശേഷം ആ വിത്തൊക്കെ പൊന്തി പൊന്തി വരികയാണ്. തിന്നുവാൻ വന്നെത്തിയ കലമാൻ പറ്റം പോലെ പനയോലയാൽ തീർത്തു കാൽ നീണ്ട കുട ചൂടി പണിയാൻ ഉത്സാഹം പൂണ്ടെത്തിയ കൃഷിവലർ. അതായത് മുളച്ചു പൊന്തിയ വിത്ത് തിന്നാൻ വരുന്ന കലമാൻ കൂട്ടം പോലെയാണ് ആര് വരുന്നത്? ആ വയലിൽ പണി ചെയ്യാൻ കൃഷിക്കാർ വരുന്നത്. ഇപ്പൊ കൃഷിക്കാരെയോട് ഉപമിക്കുകയാണല്ലേ? ഇപ്പൊ വയല് ഉത്സാഹത്തോടു കൂടി വയലിൽ പണിയെടുക്കാൻ വരുന്ന കൃഷിക്കാരുടെ കൂട്ടത്തെ ഈ വരിയിലൂടെ അർത്ഥമാക്കുന്നതായി കാണാൻ സാധിക്കും. എങ്ങനെയാണ് കൃഷിക്കാർ വരുന്നത്? കാൽ നീണ്ട കുട ചൂടി പണിയാൻ ഉത്സാഹം പൂണ്ടെത്തിയ കൃഷിവലർ. വലിയ കുട ചൂടിക്കൊണ്ടാണ് പണി ചെയ്യാൻ വേണ്ടി ഉത്സാഹത്തോടെ വയലിൽ ആരെത്തുന്നത് മക്കളെ? നമ്മുടെ കൃഷിക്കാരെത്തുന്നത്. കൃഷിവലർ എന്ന് പറഞ്ഞ ആരാണ്? കർഷകർ അല്ലേ? കർഷകർ മറക്കരുത് കേട്ടോ. പറ കൊട്ടിയിടും താളമൊപ്പിച്ചു കൊത്തിക്കിളക്ക ചടിവേരോടെ കളക്കുറ്റികൾ പറിക്കുന്നു. എന്തിനാണ് കൃഷിക്കാർ വരുന്നത്? കളക്കുറ്റികൾ പറിക്കാൻ. കളക്കുറ്റി എന്ന് പറഞ്ഞാൽ ആ വേണ്ടാത്ത സസ്യം, അവിടുത്തെ ആ ഒരു വിത്തുകളെ നശിപ്പിക്കുന്ന ആ ഒരു കളകൾ, വേണ്ടാത്ത സസ്യങ്ങളെ പറിച്ചെടുക്കാൻ വേണ്ടിയാണ് ആര് വരുന്നത്? വേരോടെ അതിനെ പിഴുതെറിയാൻ വേണ്ടിയാണ് ആര് വരുന്നത്? നമ്മുടെ കൃഷിക്കാർ വരുന്നത്. ഇപ്പൊ രാവിലെ തന്നെ കൃഷിക്കാര് കൂട്ടം കൂട്ടമായി കലമാൻ കൂട്ടം പോലെ എവിടെ വരുന്നു? നമ്മുടെ വയലിലേക്ക് വരുന്നു. വയൽ വന്നിട്ട് അവിടെയുള്ള കളക്കുറ്റികളെ വേരോടെ പിഴുതെറിയുന്നു. കാരണം അവ എന്ത് ചെയ്യും? പിഴുതെറിഞ്ഞില്ലെങ്കിൽ കൃഷിയെ നശിപ്പിക്കും. അതറിയാവുന്ന കർഷകര് ആ കളകളെ വേരോടെ പിഴുതെറിയാൻ ആ കൃഷിഭൂമിയിലേക്ക് വരികയാണ് മക്കളെ ചെയ്യുന്നത്. വിസ്തൃതം പുനം. പുനം എന്ന് പറഞ്ഞാൽ കാട് പിടിച്ചത്. വിസ്തൃതം വെച്ചാൽ വലുതായ കാട് പിടിച്ച, അതിൽ വിളഞ്ഞു വരക്. ഒരു വരക് വിരിഞ്ഞ അത് ചെറിയൊരു സസ്യാട്ടോ വരക് എന്ന് പറയുന്നത്. ആ വയലിൽ എന്തുണ്ട് മക്കളെ? വരക് എന്ന് പറയുന്ന ചെറിയൊരു സസ്യമുണ്ട്, വരക്. ഇനി എത്രയും രുചിയെഴും അതിൻ്റെ കതിരുകൾ, ഉണ്ണുവാൻ ഇങ്ങെത്തിയിടും തലയിൽ കുടുമയും വർണ്ണചിത്രമാം വാലുമീലും മയിലുകൾ. അല്ലേ? ഈ വരക് തിന്നാൻ ആര് വരുന്നു? കതിരുകൾ, അതിൻ്റെ വരകിൻ്റെ കതിരുകൾ ഉണ്ണുവാൻ ആര് വരുന്നു? തലയിൽ കുടുമ. തലയിൽ കുടുമയില്ല, പൂവില്ലടാ. ആ കതലി പൂവുണ്ടാവും അല്ലേ? മയിലിൻ്റെ പൂവ്. തലയിൽ കുടുമയും വർണ്ണചിത്രമാം വാലും ഇയലും മയിലുകൾ. അല്ലേ? വർണ്ണചിത്രമാം മയിലുകൾ. മയിലുകൾ അത്രയും മനോഹരമല്ല മക്കളെ? അപ്പൊ മനോഹരമായ മയിലുകൾ എവിടെ വരുന്നുണ്ട്? വയലിൽ വരുന്നുണ്ട്. എന്തിനാണ് വയലിൽ വരുന്നത്? ആ കതിര് തിന്നാൻ വേണ്ടി, വരകിൻ്റെ കതിര് തിന്നുവാൻ വേണ്ടി മയിലുകൾ കൂട്ടം കൂട്ടമായി എവിടെ വരുന്നു? നമ്മുടെ കൃഷിഭൂമിയിലേക്ക് വരുന്നു. തലയിൽ കുടുമയും വർണ്ണചിത്രമാവും വാലുമേലും, നല്ല വർണ്ണമുള്ള വാല്, മയിലിന്റെ വാലില്ലേ? മയിലായി പറന്നുവ മഴ തോകും നിന്നു മിന്നഴകേ. അല്ലേ? മയിൽപ്പീലി. അത്രയും മനോഹരമായല്ല മയിൽപ്പീലി. ഇപ്പം തൻ്റെ മനോഹരമായ മയിലും ആ കുടുമയും ഒക്കെ ആയിട്ട് ആ വരകിൻ്റെ കതിർ തിന്നുവാൻ വേണ്ടി ആര് വരുന്നുണ്ട്? മയിലുകളും വരുന്നുണ്ട്. ആ ഒരു സുന്ദരമായ ദൃശ്യമൊക്കെ എൻ്റെ മക്കളെ, എൻ്റെ മുത്തുമണികളെ, കുഞ്ഞു മക്കളെ നിങ്ങൾ സങ്കല്പിച്ച് നോക്കിക്കേ. പുറമേ കറുപ്പെഴും വരകിൻ കതിർ തിന്നിട്ടവ പീലികൾ വിരിച്ചത്രയും പുളപ്പോടെ. ഇപ്പൊ വരകിന്റെ കതിർ തിന്ന് അതൊക്കെ പീലി വിരിച്ച്, മയിൽപ്പീലി വിരിച്ച് ഇങ്ങനെ നൃത്തമാടി കളിക്കുമല്ലേ മയില കൃഷിഭൂമിയിൽ.
കൊല്ലയിൽ ഇരുന്നവർ ഉച്ചയ്ക്ക് ചോറുണ്ണുമ്പോൾ ആര് ഈ മയിലിങ്ങനെ വരകിൻ്റെ കതിരൊക്കെ തിന്ന് അവിടെ നിങ്ങൾ നൃത്തമാടുമ്പോൾ നമ്മുടെ കർഷകർ ഉച്ചയ്ക്ക് ആ കൊല്ലശാലയിൽ നിന്നും ചോറുണ്ണുകയാണ് അല്ലേ, ചോറുണ്ണുകയാണ്. തെല്ലൊരു തണൽ കിട്ടാൻ വെട്ടാതെ നിർത്തിയിട്ടുള്ള വലുതാമിലയിലെഴിയും കുരുന്ത മരത്തിൻ്റെ വളഞ്ഞ കൊമ്പിൽ കയറി അന്തസാർ നിന്നിടും അല്ലേ. കർഷകർ ഉച്ചയ്ക്ക് ചോറുണ്ണുമ്പോൾ കർഷകർ കാണുന്ന കാഴ്ച എന്താ? കുരുന്തു മരം എന്ന് പറഞ്ഞാൽ കാട്ടുനാരകത്തിൻ്റെ മരം അല്ലേ. ആ കുരുന്തു മരത്തിൻ്റെ ആ തണൽ കിട്ടാനുള്ള ആ കുരുന്തു മരത്തിൻ്റെ മുകളിൽ കയറി ഇരിക്കുകയാണ് ആര്? നമ്മുടെ മയില്. അപ്പം മയില് ആ കുരുന്തു മരം കാട്ടുനാരകത്തിൻ്റെ മരത്തിൻ്റെ മുകളിൽ കയറി തൻ്റെ മനോഹരമായ വാലൊക്കെ കാണിച്ച് ആ കുടുമിയൊക്കെ കാണിച്ച് ആ വരകിൻ്റെ ആ കതിരും വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, കൊക്കിൽ കടിച്ചു പിടിച്ചുകൊണ്ട്. അപ്പോൾ വയൽ കാഴ്ചകൾ എന്ന് പറയുന്ന കവിതയിൽ ഈ സുന്ദരമായ വയലിൻ്റെ കാഴ്ചയാണ് പറയുന്നത്. മക്കൾ നിങ്ങൾ ചിത്രം കണ്ടോ? ഇതേപോലെയാണ് മയിൽ നിൽക്കുന്നത്. ആ ഒരു മരത്തിൻ്റെ മുകളിൽ ആ കുരുന്ത നാരകത്തിൻ്റെ മരം, അതായത് കാട്ടുനാരകത്തിൻ്റെ മരത്തിൻ്റെ മുകളിൽ ആ മയിൽ ഇങ്ങനെ ആ കതിരും കടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ വയൽ കാഴ്ച എന്ന് പറയുന്ന കവിതയിലെ NV കൃഷ്ണവാര്യർ നമ്മുടെ മക്കളോട് പറയുന്ന കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ: പ്രകൃതിയുടെ മനോഹാരിത. പ്രകൃതി സുന്ദരിയാണ്. ആ സുന്ദരിയായ പ്രകൃതിയുടെ മനോഹാരിതയാണ് വയൽ കാഴ്ചകൾ എന്ന് പറയുന്ന കവിതയിൽ ഇങ്ങനെ ആവിഷ്കരിച്ച് വെച്ചിട്ടുള്ളത്. അതിൻ്റെ മക്കൾ പഠിക്കണം കേട്ടോ. ഇപ്പോൾ കവിത സെറ്റായില്ലേ? ഈ വയലിൽ കൃഷിക്കാർ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? കളകൾ നിറഞ്ഞു നിൽക്കുന്നു. കേട്ടോ, കളകളൊക്കെ പറിച്ച് കളയുമ്പോൾ അവിടെ ഒരു മയിൽ പറന്ന് വരുന്നു. ആ മയിൽ അവിടെ വരകിൻ്റെ കതിര് പറിച്ചെടുത്തുകൊണ്ട് ആ കാട്ടുനാരകത്തിൻ്റെ കുരുന്ത മരത്തിന് മുകളിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. അത് താഴെ നിന്ന് ചോറുണ്ണുന്ന കർഷകരൊക്കെ കാണുന്നു. ഇപ്പോൾ പ്രകൃതിയുടെ മനോഹരമായ വയലിൻ്റെ മനോഹരമായ കാഴ്ചയാണ് വയൽ കാഴ്ചകൾ എന്ന് പറയുന്ന കവിതയിൽ NV കൃഷ്ണവാര്യർ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ NV കൃഷ്ണവാര്യരെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് വായിച്ചാലോ? മലയാളത്തിലെ പത്രപ്രവർത്തനം, വിജ്ഞാന സാഹിത്യം, കവിത, സാഹിത്യ ഗവേഷണം എന്നീ മേഖലകളിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിത്വമായിരുന്നു NV കൃഷ്ണവാര്യർ. ഞെരിക്കാവിൽ വാര്യത്ത് കൃഷ്ണവാര്യർ എന്ന NV കൃഷ്ണവാര്യർ 1916 ജനിക്കുകയും 1959 മരണപ്പെടുകയും ചെയ്തു കേട്ടോ. ബഹുഭാഷാ പണ്ഡിതൻ, കവി, സാഹിത്യ ചിന്തകൻ എന്നീ നിലകളിലും NV കൃഷ്ണവാര്യർ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു. മലയാള സാഹിത്യ വിമർശന രംഗത്തെ പുരോഗമനവാദികളിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ എന്തൊക്കെയാ മക്കളെ നോക്കിയാലോ? അകം കവിതകൾ, അക്ഷരം പഠിക്കുവിൻ, NVയുടെ കൃതികൾ, കാവ്യ കൗതുകം, കാളിദാസന്റെ സിംഹാസനം, നീണ്ട കവിതകൾ, കുറെ കൂടി നീണ്ട കവിതകൾ, കൊച്ചുതൊമ്മൻ, പുഴകൾ, രക്തസാക്ഷി, തീവണ്ടിയിലെ പാട്ട്, വിദ്യാപ്യതി, കാന്തി ഗോഡ്സിം എന്നിവയാണ് NV കൃഷ്ണവാര്യരുടെ മറ്റു കവിതകൾ, മറ്റു കൃതികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ എഴുത്തുകാരനെന്ന് പരിചയപ്പെടണം കേട്ടോ. ചിലപ്പോൾ ആസ്വാദന കുറിപ്പൊക്കെ ചോദിച്ചാൽ എഴുത്തുകാരനെയും എഴുത്തുകാരൻ്റെ കൃതികളെയും ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തിയാൽ കുറേ മാർക്കിൻ്റെ മുത്തം കിട്ടും. അതൊന്ന് എഴുത്തുകാരനെ പഠിച്ചിട്ട് പോണേ. ഇനി നമുക്ക് കവിതയുടെ ആശയം ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വന്നാലോ? ആശയം ഒറ്റ നോട്ടത്തിൽ: വയൽ കാഴ്ചകൾ എന്ന കവിത പേര് സൂചിപ്പിക്കുന്നത് പോലെ കൃഷിക്കാഴ്ചകളെ മനോഹരമായി അവതരിപ്പിക്കുന്നു അല്ലേ. കൃഷിക്കാഴ്ചകളെ മനോഹരമായി അവതരിപ്പിക്കുന്ന കവിതയാണ് വയൽ കാഴ്ചകൾ എന്ന് പറയുന്ന ഈ കവിത. നമുക്ക് നമ്മുടെ ഈ കവിതയിൽ എന്തൊക്കെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട്? മയില്, പിന്നെന്താണ് കൃഷിക്കാര്, അവിടെയുള്ള കാളക്കൂട്ടന്മാര്, ആ കാളക്കൂട്ടന്മാർ ഉഴുതുമറിച്ച വയലിലൂടെ ഒഴിച്ചിറങ്ങുന്ന നീർച്ചാലുകൾ, മനോഹരമായ മഴയുടെ സംഗീതങ്ങൾ, മഴയുടെ മനോഹരമായ കാഴ്ചകൾ, പ്രകൃതിയുടെ കാഴ്ചകൾ, കർഷകരുടെ കാഴ്ചകൾ, കർഷകർ കള പറിക്കുന്ന കാഴ്ചകൾ, കർഷകർ ചോറുണ്ണുന്ന കാഴ്ചകൾ, അങ്ങനെ മനോഹരമായ പ്രകൃതി കാഴ്ചകൾ, വയൽ കാഴ്ചകൾ കൂടിച്ചേർന്ന സുന്ദരമായ സ്ഥലമാണ് ഇത് നമ്മുടെ വയൽ എന്ന് പറയുന്നത്. വയൽ കാഴ്ചകൾ എന്ന കവിത പേര് സൂചിപ്പിക്കുന്നത് പോലെ കൃഷി കാഴ്ചകളെ മനോഹരമായി അവതരിപ്പിക്കുന്നു അല്ലേ. കൃഷി കാഴ്ചകളെ മനോഹരമായി അവതരിപ്പിക്കുകയാണ് വയൽ കാഴ്ചകൾ എന്ന കവിതയിൽ. മഴക്കാലമാണ്. കനത്ത മഴയിൽ ഭൂമിയാകെ ഇരുട്ടു നിറഞ്ഞ പ്രഭാതമല്ലേ. മഴക്കാലമാണ് കവിതയുടെ തുടക്കം. ആ മഴക്കാലത്ത് ഭൂമിയാകെ ഇരുട്ട് നിറഞ്ഞ് കിടക്കുകയാണ്. മഴക്കാലത്ത് ഭൂമിയാകെ ഇരുട്ടു നിറഞ്ഞ് കിടക്കുന്നു. അങ്ങനെയല്ല, മഴ വന്നാൽ നല്ല ഇരുട്ടായിരിക്കുമല്ലോ മക്കളെ. മഴ നല്ല ഇരുട്ടായിരിക്കുമല്ലേ. നല്ല കോരിച്ചൊരുന്ന മഴയൊക്കെ വന്നാൽ ആ ഇരുട്ടിൽ നമുക്ക് ചൂട് ചായയും പരിപ്പെല്ലാം കഴിക്കും. എന്ത് സുഖാലേ. ഇപ്പോൾ കോരിച്ചൊരുന്ന മഴയും ആ ഇരുട്ടുമാണ് കവിതയുടെ തുടക്കത്തിൽ കാണാൻ സാധിക്കുക. ശക്തിയായ മഴയായതിനാൽ തന്നെ മണ്ണ് കീഴായി രണ്ടു ഭാഗത്തേക്കും മറിയുകയാണ്. മണ്ണ് രണ്ടു ഭാഗത്തേക്കും മറിഞ്ഞു പോവുകയാണ്. ഈ കനത്ത മഴയിലും പണി ചെയ്യാനെത്തുന്ന കർഷകരെ കുറിച്ചാണ് അടുത്തതായി കവിതയിൽ പറയുന്നത് അല്ലേ. മഴ കർഷകർക്ക് എന്ത് മഴ. നമ്മളൊക്കെ വീട്ടിലും പൊതച്ച് മൂടി കിടന്നുറങ്ങുമ്പോൾ കർഷകർ ആ മഴയൊക്കെ മൈൻഡാക്കാണ്ട് ആ കൃഷിഭൂമിയിലേക്ക് നടന്നു വരികയാണ്. എന്തിനാണ് കർഷകർ വരുന്നത്? അവർ അന്നേ വിത്ത് മുളച്ചിട്ടുണ്ടായിരുന്നു. ആ വിത്തൊക്കെ മുളച്ച് വരുമ്പോൾ അതിൻ്റെ താഴെ എന്തുണ്ടാവും? ആ കളകളുണ്ടാവും, മോശമായ സസ്യങ്ങൾ. അതിനൊക്കെ പറിച്ചു കളയാൻ, വേരോടെ പറിച്ചു കളയാൻ വേണ്ടിയാണ് കർഷകർ അവിടേക്ക് എന്തായി എത്തുന്നത്.
കാളയെ കൊണ്ട് ഉഴുതുമറിച്ച ചെമ്മണ്ണ് നിറഞ്ഞ വയലിൽ കലപ്പ കൊണ്ട് വലിക്കുമ്പോൾ ഉണ്ടാവുന്ന ചാലുകൾ കാണാം. അല്ലെ, വയലിൽ കലപ്പ കൊണ്ട് ഇങ്ങനെ വലിക്കും, എപ്പോൾ ഒരുപാട് ചാലുകൾ കാണാം എന്നാ പറയണേ. കലപ്പ കൊണ്ട് വലിക്കുമ്പോൾ ഒരുപാട് ചാലുകൾ കാണാം. കീറിയ ഇറച്ചിയിൽ നിന്ന് നീരൊഴുകുന്ന പോലെയാണ് ആ ചാലുകൾ കാണപ്പെടുന്നത്. മക്കളെ, ആ ഒരു ഭാവന നോക്കിടാ, എന്ത് മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് നോക്ക്. കാളയെ കൊണ്ട് ഉഴുതുമറിച്ച, കാള എങ്ങനെയാണോ ഒച്ചാക്കല്? കാളി ഇങ്ങനെയാണോ? സാറ് മിമിക്കൊന്നും അറിയില്ല കേട്ടോ, ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ഈ കാളയില്ല, കാണാം ഈ കാള മൂക്കിൽ കൂടെ കയറിട്ടിട്ട് ഈ കർഷകർ എന്ത് ചെയ്യും? വയലിൽ കെട്ടിയിടും. എന്നിട്ട് കാളേനെ കാള കാളയെന്ന് പറയുമ്പോൾ കാള ഇങ്ങനെ ഓടും. ഇപ്പം ട്രാക്ടർ ഇങ്ങനെ നിലം ഉഴുതു മറിക്കുന്നില്ലേ? പണ്ട് കർഷകർ കാളയുടെ പുറത്ത് കലപ്പ വെച്ചിട്ടാണ് നിലം ഉഴുതു മറിക്കുക. ഇപ്പം ഈ കാളകൾ ഇങ്ങനെ നിലം പൂട്ടിയതിൻ്റെ ഭാഗമായിട്ട് അവിടെ നീർച്ചാലുകൾ ഇങ്ങനെ വരും, ഒരു വരകൾ അതിലൂടെ ഇറച്ചിയിലൂടെ മാംസത്തിലൂടെ ഇങ്ങനെ ചോര വരുന്ന പോലെ അവിടെ എന്താണ് ഈ വെള്ളം ഇങ്ങനെ കാള ഇങ്ങനെ പോയ വഴിയിലൂടെ വരികയാണ്. അതാ പറയണേ, കാളയെ കൊണ്ട് ഉഴുതുമറിച്ച ചെമ്മണ്ണ്, ചുവന്ന മണ്ണ്, ചെമ്മണ്ണ് വെച്ച ചുവന്ന മണ്ണ് നിറഞ്ഞ വയലിൽ കലപ്പ കൊണ്ട് വലിക്കുമ്പോൾ ഉണ്ടാവുന്ന ചാലുകൾ കാണാം. കീറിയ ഇറച്ചിയിൽ നിന്ന് നീരൊഴുകുന്ന പോലെയാണ് ഈ ചാലുകൾ കാണപ്പെടുന്നത്. അല്ലേ, കീറിയ ഇറച്ചിയിൽ നിന്നും നീരുകൾ ഒഴുകുന്ന പോലെ ഈ ചാലിൽ നിന്നും വെള്ളം ഇങ്ങനെ മഴവെള്ളം ഇങ്ങനെ ഒഴുകി വരികയാണ്. ഈ കരിച്ചാലുകളിൽ വിതച്ച വിത്തുകൾ വിളഞ്ഞ് മുളച്ചു പൊന്തുമ്പോൾ അത് തിന്നാൻ കൂട്ടമായി എത്തുന്ന കലമാനുകളെ പോലെ പനയോല കൊണ്ട് ഉണ്ടാക്കിയ കാൽ നീണ്ട് കുടചൂടി ജോലി ചെയ്യാൻ ഉത്സാഹത്തോടെ കർഷകർ വയലിലേക്ക് എത്തുന്നു. അല്ലേ, എന്താണ് ഈ കരിച്ചാലുകളിൽ വിതച്ച വിത്തുകൾ വിളഞ്ഞ് മുളച്ചു പൊന്തുമ്പോൾ, ഈ വയലിൽ വിതറിയ വിത്തുകൾ മുളച്ചു പൊന്തുമ്പോൾ അത് തിന്നാൻ വരുന്ന കലമാനുകളെ പോലെ കൂട്ടമായി വരികയാണ്. ആര് മക്കളെ? വയലിൽ നമ്മുടെ കർഷകർ വരികയാണ്. കർഷകർ എന്തിനാ വരുന്നത്? ആ വിത്തുകൾ തിന്നാൻ വേണ്ടിയാണോ? അല്ല, ആ വിത്തുകളുടെ അരികത്ത് വിളഞ്ഞു വരുന്ന വളർന്നു വന്ന ആ കളകൾ, ആ മോശമായ സസ്യങ്ങൾ പിഴുതെറിയാൻ വേണ്ടിയാണ് ആര് വരുന്നത്? നമ്മുടെ കർഷകർ വരുന്നത്. ആ എങ്ങനെ വരുന്നത്? കുട ചൂടിക്കൊണ്ടല്ലേ. എന്തുകൂട? ആ കാൽ നീണ്ടു കുട ചൂണ്ടി വരികയാണ് ആര്? നമ്മുടെ കർഷകർ. ആ ഒരു വരവിനെയൊക്കെ മനോഹരമായി കവിതയിൽ കവി ആവിഷ്കരിക്കുന്നു, കാണാനായി സാധിക്കുന്നുണ്ട്. വയലിൽ ഉത്സാഹത്തോടെ പണിയെടുക്കുവാൻ അവർ പറ കൊട്ടുന്നുണ്ട്. ആ പറ കൊട്ടുന്നതിൻ്റെ താളമനുസരിച്ച് അവർ കളക്കുറ്റികൾ കൊത്തിക്കിളച്ച് അടിവേരോടെ പറിക്കുന്നു. വിസ്തൃതമായ ഭൂമിയിൽ ധാന്യങ്ങൾ വിളഞ്ഞു നിൽക്കുന്നു. അപ്പോൾ വയലിൽ ഉത്സാഹത്തോടെ ആര് വരികയാണ്? നമ്മുടെ കർഷകർ വരികയാണ്. വയലിൽ ഉത്സാഹത്തോടെ പണിയെടുക്കുവാനാണ് ആര് വരുന്നത്? നമ്മുടെ കർഷകർ വരുന്നത്. അവരെന്ത് കൊട്ടുന്നുണ്ട്? അവർ പറ കൊട്ടുന്നുണ്ട്. ഡും 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 എന്ന് പറഞ്ഞ് പറ കൊട്ടുന്നുണ്ട്. പിന്നെയോ ആ പറ കൊട്ടുന്ന താളമനുസരിച്ച് അവർ കളക്കുറ്റികൾ കൊത്തിക്കളിച്ച് അടിവേരോടെ പറിക്കുന്നു. അവർ ഈ പാട്ടൊക്കെ പാടും, നാടൻ പാട്ടൊക്കെ പാടും അല്ലേ? നമ്മുടെ മണിച്ചേട്ടൻ്റെ എന്തൊക്കെ പാട്ടുണ്ടോ മണിച്ചേട്ടൻ്റെ? ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ, ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിൻ്റെ കൊട്ടേലി ചേയുള്ള പിടക്കണ മീനാണേ. ഇത്തരത്തിൽ നാടൻ പാട്ടുകളൊക്കെ പാടി കർഷകർ ആ കളകളൊക്കെ പറിച്ചു പോവുകയാണ്. എങ്ങനെ? ആ താളത്തിനനുസരിച്ച് കളകളൊക്കെ പറയുകയാണ്. കളക്കുറ്റികൾ കൊത്തിക്കളച്ച് അടിവേരോടെ പറിക്കുന്നു. വിസ്തൃതമായ ഭൂമിയിൽ ധാന്യങ്ങൾ വിളഞ്ഞു നിൽക്കുന്നു. ആ വിസ്തൃതമായ ഭൂമിയിൽ എന്താണ്? ധാന്യങ്ങൾ വിളഞ്ഞു നിൽക്കുകയാണ്. വിളഞ്ഞു നിൽക്കുന്ന ഈ ധാന്യങ്ങളുടെ കതിരുകൾ തിന്നുവാനായി തലയിൽ കുടുമയും വർണ്ണചിത്രങ്ങൾ നിറഞ്ഞ വാലുമായി മയിലുകളെത്തും. അല്ലേ, ആ സമയം ആരെത്തുന്ന? മയിലുകളെത്തും അല്ലേ? ആ വിളഞ്ഞ ധാന്യങ്ങളൊക്കെ തിന്നാൻ വേണ്ടി ആരെത്തും? തലയിൽ കുടുമയും ആ വാലുമുള്ള മയിലുകൾ ഇങ്ങനെ പറന്ന് അവിടെ എത്തും. ആ കാഴ്ച മനോഹരമായ കാഴ്ചയാണെന്നാണ് പറയുന്നത്. അതായത് തലയിൽ കുടുമയും വർണ്ണചിത്രങ്ങൾ നിറഞ്ഞ വാലുമായി മയിലുകൾ ആ കാഴ്ച കാണാൻ എത്തും. വരകൾ എന്ന ധാന്യത്തിൻ്റെ കതിരുകൾ തിന്നിട്ട്, വരകളല്ല വരുക് അല്ലേ, വരുക് എന്ന ധാന്യത്തിൻ്റെ അത് തിന്നാൻ വേണ്ടി, ആ ധാന്യത്തിൻ്റെ കതിരുകൾ തിന്നാൻ വേണ്ടിയാണ് ആര് വരുന്നത്? നമ്മുടെ മയിൽപ്പീലി വിരിച്ചുകൊണ്ട് മയിൽ കടന്നു വരുന്നത്. എന്നിട്ട് അടുത്തുള്ള കാട്ടുനാരകത്തിൻ്റെ കുരുന്ത മരത്തിൻ്റെ മുകളിൽ കയറി തണൽ കൊണ്ടിരിക്കും ആര്? നമ്മുടെ മയിൽ. ആ കാഴ്ചയൊക്കെ മനോഹരമായ കാഴ്ചയാണെന്നാണ് പറയുന്നത്. ആ മരം വയലിൽ പണിയെടുക്കുന്നവർക്ക് ഉച്ചയ്ക്ക് ചോറുണ്ണുമ്പോൾ തണൽ കിട്ടാൻ വേണ്ടി വെട്ടാതെ നിർത്തിയിട്ടുള്ളതാണ്. വലിയ ഇലകളുള്ള ഒരു കാട്ടുമരമാണത് അല്ലേ. ആ വരക്, അതിൻ്റെ ചെടി, ആ ധാന്യങ്ങൾ തിന്നിട്ട് ആ മയിൽ എവിടെയാണ് കയറിയിരിക്കുക? ആ കാട്ടുനാരകത്തിൻ്റെ കുരുന്ത മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കും. ആ മരത്തിൽ നിറയെ ഇലകളും തണലുകളുമാണ്. ആ മരത്തിൻ്റെ ചോട്ടിലാണ് ആരിയിരിക്കുക? കർഷകർ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുക. ആ സമയത്താണ് മയിൽ പീലി വിരിച്ച് ആ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത്. ആ കാഴ്ച മനോഹരമായ കാഴ്ചയാണെന്ന് പറയുന്നു.
വയലിലെ കൃഷിയും അവിടെ വയലും വിതയ്ക്കുന്ന ധാന്യങ്ങൾ വിതയ്ക്കാൻ എത്തുന്ന കർഷകരും അവ മുളച്ചു പൊന്തി വരുമ്പോൾ അവ കഴിക്കാൻ എത്തുന്ന പക്ഷികളും എല്ലാം കൂട്ടിച്ചേർന്ന് മനോഹരമായ കാഴ്ച കവിത ഒരുക്കുന്നു അല്ലേ. അവിടെ പക്ഷികളൊക്കെ ഇങ്ങനെ പറന്നു വരുമ്പോൾ ആ പക്ഷികൾ ഇരിക്കുന്ന ആ കൊമ്പ് കാണുന്ന ആ കാഴ്ച, ആ മനോഹരമായ സ്ഥലം, ഇതൊക്കെ മനോഹരമായ കാഴ്ച നമുക്ക് തരുന്നു മക്കളെ. നമ്മുടെ കണ്ണിന് അനുഭൂതിയുള്ള ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഭൂമിയിലേക്ക് മഴ ഇങ്ങനെ ഇടിച്ചു പെയ്യുകയാണ്. ആ മഴയുടെ പെയ്ത്തിൽ ആ നീർച്ചാലുകൾ രൂപപ്പെടുന്നു. അതിലൂടെ ഇറച്ചി കഷ്ണത്തിൽ നിന്നും മാംസത്തിൽ നിന്നും നീരൊലിക്കുന്ന പോലെ ആ കാളക്കുട്ടന്മാർ ഉഴുതുമറിച്ച മരത്തിനിടയിലൂടെ നീർച്ചാലുകൾ വരുന്നു. അതിലൂടെ മഴ ഇങ്ങനെ വരുന്നു. അപ്പോൾ കർഷകർ മഴയത്ത് കുടയും ചൂടിക്കൊണ്ട് വരികയാണ്. അതിനാ വരുന്നേ ആ വിത്ത് മുളച്ച് വരുമ്പോൾ അതിൻ്റെ കളകൾ പറിച്ച് കളയാൻ വേണ്ടി. അപ്പോഴേ എന്താണ് ഈ കളകൾ പറിച്ച് വരാമെന്ന കർഷകർ എന്താ ഉപമിക്കുന്നേ? ഈ വിത്തുകൾ ഈ തിന്നാൻ വേണ്ടി, ഈ പച്ച പുല്ലുകൾ തിന്നാൻ വേണ്ടി വരുന്ന കലമാൻ കൂട്ടങ്ങളെ പോലെയാണ് കർഷകർ ആ വയലിലേക്ക് കടന്നു വരുന്നത് അല്ലേ. ആ സമയം തലയിൽ കുടുമയും നല്ല വാലുമുള്ള മയിൽ കടന്നു വരുന്നു. അത് വരികിൻ്റെ ആ ഒരു വരികിൻ്റെ ആ ഒരു ധാന്യങ്ങൾ തിന്നുന്നു. ആ കതിര് തിന്ന് മയിലുകൾ ആ കുരുന്ത മരത്തിൻ്റെ കാട്ടുനാരകത്തിൻ്റെ തളൽ കൊള്ളാൻ വേണ്ടി മുകളിൽ കയറിയിരിക്കുന്നു. അതിൻ്റെ താഴെ കർഷകർ ഫുഡ് കഴിക്കാൻ അല്ലേ ഉച്ചയൂണ് കഴിക്കാൻ ഇരിക്കുന്നതാണ്. ആ മയിലിൻ്റെ കാഴ്ചയൊക്കെ കാണുന്നു. ഇത്തരത്തിൽ മനോഹരമായ വയൽ കാഴ്ചയെ പ്രതിപാദിക്കുന്ന മനോഹരമായ കവിതയാണ് ഏത്? നമ്മുടെ കൃഷ്ണവാര്യരുടെ വയൽ കാഴ്ചകൾ. ഇനി നമുക്കിതിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ പഠിച്ചാലോ? എക്സാമിന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ. ഈ കവിത മനസ്സിലായില്ലേ? നമുക്ക് ചോദ്യോത്തരങ്ങൾ പഠിക്കാട്ടോ. പ്രഭാതത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? പ്രഭാതത്തെ എങ്ങനെയാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് മക്കളെ? പ്രഭാതത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് നോക്കാം നമുക്ക്. പെരുമഴയിൽ ആകാശമാകെ ഇരുണ്ട പുലർക്കാലം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് മക്കളെ? ഇരുണ്ട പുലർക്കാലം. എപ്പോൾ ഇവിടെ പ്രഭാതത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ചോദ്യം വരാം. പെരുമഴയിൽ ആകാശമാകെ ഇരുണ്ട പുലർക്കാലം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം എന്താണ്? കർഷകരുടെ വരവിനെ എന്തിനോടാണ് കവി ഉപമിച്ചിരിക്കുന്നത്? കർഷകരുടെ വരവിനെ എങ്ങനെയാണ് കവി ഉപമിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം വന്നത്. നോക്കാം. കർഷകരുടെ വരവിനെ കലമാൻ പറ്റം വരുന്നത് പോലെയെന്ന് കവി പറയുന്നു അല്ലേ. ഈ കലമാൻ പറ്റം അവിടുത്തെ പുല്ല് തിന്നാൻ വേണ്ടി വരുന്ന പോലെയാണ്, അവിടുത്തെ വിത്ത് തിന്നുവാൻ വേണ്ടി വരുന്ന പോലെയാണ് വരുന്നത്. കൃഷിഭൂമിയിലെ കുടയും ചൂടിക്കൊണ്ട് കർഷകർ കടന്നു വരുന്നത്. കർഷകർ പാടത്ത് എങ്ങനെയാണ് പണിയെടുക്കുന്നത്? കർഷകൻ എങ്ങനെയാണ് പാടത്ത് പണിയെടുക്കുന്നതെന്ന ചോദ്യം നോക്കാം നമുക്ക്. ഉത്സാഹത്തോടെ പറ കൊട്ടിയും അതിന് താളമൊപ്പിച്ച് കിളച്ചും കളപറിച്ചും അല്ലേ. പാട്ട് പാടി, നാടൻ പാട്ടൊക്കെ പാടും. വള കിളുക്കണ കുഞ്ഞോളെ, ചിരി മൊഴിക്കണ മുത്തോളെ, വഴിയരികിൽ കാത്തു നിൽക്കണ മുഞ്ഞോളെ, വെയിൽ കൊള്ളും നേരം കാത്തിരിക്കണ താര്. ആ പാട്ട് കേട്ടിട്ട് അതേപോലെ തന്നെ കർഷകർ വയലിൽ അധ്വാന ഭാരമൊക്കെ ലഘൂകരിക്കുന്ന നാടൻ പാട്ടൊക്കെ പാടിയാണ് കൃഷി ചെയ്യുക. ഉത്സാഹത്തോടെ പറ കൊട്ടിയും അതിന് താളമൊപ്പിച്ച് കിളച്ചും കളപറിച്ചും ഒക്കെ കർഷകർ പാട്ട് പാടുന്നു, അല്ലെങ്കിൽ പണിയെടുക്കുന്നു. വിളഞ്ഞു വരുന്ന ധാന്യം തിന്നാൻ എത്തുന്നത് ആരാണ്? വിളഞ്ഞു വരുന്ന ധാന്യം തിന്നാൻ അവിടെ എത്തുന്ന ആരാ മക്കളെ? നമുക്കറിയാം, ഒരു മൂപ്പര് വരുന്നില്ലേ തലയിൽ കുടുമിയൊക്കെ ഇട്ടിട്ട്. ആരാതേ? മയിലുകൾ. ഓർമ്മയില്ലേ? തലയിൽ കുടുമയും വലിയ വാലുകളും ഒക്കെയുള്ള ആ ഒരു മയിൽ പീലിയൊക്കെ ആട്ടിക്കൊണ്ട് ആരാ വരുന്ന? മയിലുകൾ വരുന്നുണ്ടല്ലേ. എന്ത് തിന്നാൻ വേണ്ടിയാണ്? ധാന്യങ്ങൾ തിന്നാൻ വയലിൽ മയിലും വരുന്നു. ആ ഒരു കാഴ്ച മനോഹരമായ കാഴ്ചയാണെന്ന് പറയുന്നുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ എന്തൊക്കെയാണ്? നമുക്ക് കൃഷിയുമായി ഒരുപാട് പഴഞ്ചൊല്ലുകൾ ഉണ്ടല്ലേ. അതെന്തൊക്കെയാണ് ചിലപ്പോൾ ചോദ്യം വരാം. കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ എന്തൊക്കെയാണ്? ഒന്ന്, വിത്തുഗുണം 10 ഗുണം ഇല്ലേ. വിത്തുഗുണം 10 ഗുണമുണ്ട്. കള പറിച്ചാൽ കളം നിറയും, വളമേറിയാൽ കൂമ്പടയ്ക്കും, സമ്പത്തുകാലത്ത് തൈപത്തു വെച്ചാൽ ആപത്തുകാലത്ത് കാപത്തു തിന്നാം അല്ലേ. അതായത് നമുക്ക് നല്ല പൈസ ഉണ്ടായ കാലത്ത് നമ്മൾ എന്ത് സൂക്ഷിച്ച് വെച്ചാൽ ആപത്ത് കാലത്ത് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും അല്ലേ. പതിരില്ലാത്ത കതിരില്ല, പിന്നെയോ നട്ടാലേ നേട്ടമുള്ളൂ. ഇതൊക്കെ എന്താണ്? കൃഷിയുമായി ബന്ധപ്പെട്ട് പഴഞ്ചൊല്ലുകൾ. എൻ്റെ മക്കളത് പഠിച്ചിട്ട് പോകണം കേട്ടോ. പിന്നെ എന്താണ്? വയൽ കാഴ്ചകൾ പാടത്തിൽ കാണുന്ന പ്രകൃതി ദൃശ്യം എങ്ങനെയാണെന്ന് വിവരിക്കൂ. ഇപ്പം വിവരിക്കാനാണ് ചോദ്യം. വിവരിക്കൂ. എന്താണ് വിവരിക്കേണ്ടത്? പ്രകൃതി ദൃശ്യമാണ് വിവരിക്കേണ്ടത് അല്ലേ. പ്രകൃതി ദൃശ്യം വിവരിക്കാണ് ചോദ്യം. എന്താണ് ചോദ്യം? വയൽ കാഴ്ചകൾ എന്ന പാഠത്തിൽ കാണുന്ന പ്രകൃതി ദൃശ്യം എങ്ങനെയാണെന്ന് വിവരിക്കൂ എന്നാണ് ചോദ്യം. നോക്കാം. പുലരിയായി പുഴയുടെ രണ്ടരികിലും പച്ചപ്പ് നിറഞ്ഞ കാഴ്ചയാണ്.
അപ്പോൾ പുഴയുടെ രണ്ടരികിലും പച്ചപ്പ് നിറഞ്ഞ കാഴ്ച കാണാൻ സാധിക്കും. കിഴക്കു ഭാഗത്ത് പാറകളും കക്കകളും കിഴക്കുവരയിലെ കാട്ടിൽ പക്ഷികൾക്കും താറാവുകൾക്കും കൂടെ കാണാം. പുഴയുടെ മറ്റു വശത്ത് കാടുകളും കരിമ്പ് തോട്ടങ്ങളും ചേർന്ന് മനോഹരമായ കാഴ്ചയായി കാണപ്പെടുന്നു. ഇപ്പം എങ്ങനെയാണ് നമ്മുടെ ഒരു വയൽക്കാഴ്ച എന്ന് പറയുന്നത്? പുലരിയായി പുഴയുടെ രണ്ടരികിലും പച്ചപ്പ് നിറഞ്ഞ കാഴ്ച. പുഴയുടെ രണ്ടരികിലും എന്തുണ്ട്? പച്ചപ്പിങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. മനോഹരമായ പ്രകൃതിയുടെ കാഴ്ച. കിഴക്കുഭാഗത്ത് പാറകളും കക്കകളും കാണാം. കിഴക്കുവരയിലെ കാട്ടിൽ പക്ഷികൾ താറാക്കൂട്ടങ്ങൾ കാണാൻ സാധിക്കും അല്ലേ? പുഴയുടെ മറ്റു വശങ്ങളിൽ കാടുകളും കരിമ്പ് തോട്ടങ്ങളും കാണാൻ സാധിക്കും. ഇതൊക്കെ ചേർന്നുള്ള മനോഹരമായ സ്ഥലമാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത് മക്കളെ. ഇനി എന്താണ്? പുഴയുടെ ഇരുകരയും കാണിച്ച് കാഴ്ചകൾ പാഠത്തിൽ വിവരിക്കൂ അല്ലേ? ഇപ്പൊ കാഴ്ചകൾ പാഠത്തിൽ വിവരിക്കാനാണ് ചോദ്യം. വിവരിക്കൂ എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് ചോദ്യം? പുഴയുടെ ഇരുകരയും കാണിച്ച് കാഴ്ചകൾ പാഠത്തിൽ വിവരിക്കൂ. നോക്കാം. ഒരു കരയിൽ പാറമിറ്റുകളും മുട്ടലുകളും കക്കകളുടെ കൂട്ടങ്ങളും കാണാം. മറുകരയിൽ കരിമ്പ് തോട്ടം കാടുകൾ കാക്കയുടെ കൂട്ടച്ചടി താറാവുകൾ എന്നിവ കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് അവിടെ കാണാൻ സാധിക്കുന്ന കാഴ്ചകൾ. ഇനിന്താണ്? മയിലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ എങ്ങനെയാണ് മയിലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നമുക്ക് നോക്കിയാലോ. തലയിൽ കുടുമയും വർണ്ണചിത്രങ്ങളുള്ള വാലുമുള്ള മയിലുകൾ എന്ന ഭാവത്തില് എന്തുണ്ട്? തലയിൽ കുടുമിയില്ല മയിലിൻ്റെ, പിന്നെ നല്ല വർണ്ണങ്ങളുള്ള ചിത്രങ്ങളുള്ള വാലും, ഇത്തരത്തിലുള്ള സൗന്ദര്യമാണ് മയിലിനും കാണാൻ സാധിക്കുക. ഇനി എന്താണ്? നമുക്ക് ഈ കവിതയിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, നമുക്ക് മനസ്സിലാവാം. നമുക്ക് ആദ്യമേ പറഞ്ഞു ഇതൊരു തമിഴ് കവിതയാണ്. ഇത് മലയാളത്തിലേക്ക് NV കൃഷ്ണവാര്യൻ പരിഭാഷ ചെയ്തതാണ്, ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരുപാട് വരികളുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പുനെന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കാട് പിടിച്ച ഭൂമി എന്നർത്ഥം. പുനെന്ന് പറഞ്ഞാൽ കാട് പിടിച്ച ഭൂമി. കരിച്ചാൽ കലപ്പ കൊണ്ട് പൂട്ടുമ്പോൾ ഉണ്ടാകുന്ന ചാല്. കരിച്ചാൽ എന്ന് വെച്ചാൽ എന്താ മക്കളെ? കലപ്പ. ഈ കാളേൻ്റെ ബാക്കിൽ ഇങ്ങനെ ഈ ട്രാക്ടറിൻ്റെ പകരം പണ്ട് ചെയ്യുന്ന കാര്യമില്ലേ കലപ്പ? കാളേൻ്റെ ബാക്കിൽ ഇത് വെച്ചിട്ട് ആ ഒരു മരം വെക്കും. ഇതിങ്ങനെ കാള ഓടുമ്പോൾ അടക്കം ഇങ്ങനെ ഉഴുതുമറിച്ച് പോകും. അതിനെയാണ് എന്ത് പറയുക? കരിച്ചാൽ. കലപ്പ കൊണ്ട് പൂട്ടുമ്പോൾ ഉണ്ടാകുന്ന ചാലാണ് കരിച്ചാൽ. കൃഷി വളർന്ന് പറഞ്ഞാൽ കൃഷിക്കാർ, കർഷകർ. കുരുന്നു മരം എന്ന് പറഞ്ഞാൽ കാട്ടുനാരകം എന്നർത്ഥം. ഊന്നിയ എന്ന് പറഞ്ഞാൽ വിതച്ച. വരക് ഒരു ചെറിയ ധാന്യമാണ് എന്ത്? വരക് എന്ന് പറയുന്നത്. വരക് വെച്ചാൽ ഒരു ചെറിയ ധാന്യം. ഇയലുക എന്ന് പറഞ്ഞാൽ ഉണ്ടാകുക. ഇയലുക പറഞ്ഞാൽ എന്താണ്? ഉണ്ടാവുക എന്നർത്ഥം. പുളു എന്ന് പറഞ്ഞാൽ അഹങ്കാരം. അഹങ്കാരം എന്നർത്ഥം. വാലുക എന്ന് പറഞ്ഞാൽ ഒഴുകിപ്പോകുക. വാലുക എന്ന് പറഞ്ഞാൽ ഒഴുകിപ്പോകുക എന്നർത്ഥം. കൊല്ല എന്ന് പറഞ്ഞാൽ മലയരികിലെ വിളഭൂമി. കൊല്ല എന്ന് പറഞ്ഞാൽ മലയരികിലെ വിളഭൂമിയാണ് കൊല്ല അല്ലേ? മലയരികിലെ വിളഭൂമിനെയാണ് നമ്മൾ കൊല്ല എന്ന് പറയാം. നിങ്ങൾക്ക് മനസ്സിലാത്ത ഒരുപാട് ഭാഷയുണ്ട്. തമിഴാണ്. തമിഴ് മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്ത കവിതയാണ് NV കൃഷ്ണവാര്യർ. നമ്മുടെ വയൽക്കാഴ്ചകൾ എന്ന് പറയുന്ന കവിത. ഇപ്പോൾ കൊല്ല എന്ന് പറഞ്ഞാൽ മലയരികിലെ വിളഭൂമി. പൂഴി എന്ന് പറഞ്ഞാൽ മണ്ണ്. നമ്മുടെ നാട്ടിലെ പൂഴിയല്ല, തമിഴിൽ പൂഴി എന്ന് പറയുമ്പോൾ നമുക്ക് മണ്ണ് എന്ന് അർത്ഥമായിട്ട് വരും. പിന്നെ പേമ കനത്ത മഴ. പേമാരി ഇവനിൽ നീയോ പുറപ്പെടുന്നേ. തുടരുന്ന സിനിമയിലെ പാട്ടിൽ അതേപോലെ തന്നെ പേമാരി എന്ന് പറഞ്ഞാൽ കനത്ത മഴ. പേമ എന്ന് പറഞ്ഞാൽ കനത്ത മഴ. ഇപ്പം ഇത്തരത്തിൽ ഈ കവിതയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് വരികളുണ്ട്, വാക്കുകളുണ്ട്. അതൊക്കെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പം എൻ്റെ മക്കൾക്ക് ഈ കവിത മനസ്സിലായി കാണാൻ വിശ്വസിക്കുന്നു. ഒരു മനോഹരമായ കവിതയല്ലേ? പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകളെ നിങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കുന്ന, പ്രകൃതിയുടെ മനോഹാരിത വ്യക്തമാക്കുന്ന കവിതയാണ് നമ്മുടെ മക്കളെ? ആ വയൽ കാഴ്ചകൾ. ഇപ്പോൾ നിങ്ങൾ മണ്ണിലേക്ക് ഇറങ്ങുക, മനോഹരമായ കാഴ്ചകൾ കാണുക. നിങ്ങൾ ഫോണിൽ തന്നെ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്കിൽ മാത്രം ഒതുങ്ങാതെ ഈ ലോകത്തിലേക്കൊന്ന് ഇറങ്ങുക. മനോഹരമായ കാഴ്ചകളുണ്ട്. ഈ വയൽ കാണുന്ന മയിലുകൾ പോലെ, കിളികൾ പോലെ, കാക്കകൾ പോലെ, മീനുകൾ പോലെ, കൃഷിക്കാരെ പോലെ, മഴ പോലെ, ഈ നീർച്ചാലുകൾ പോലെ, മനോഹരമായ വിത്തുകൾ പോലെ, ഈ വയലുകൾ പോലെ, തോട്ടങ്ങൾ പോലെ മനോഹരമായ കാഴ്ചകൾ നമ്മുടെ പ്രകൃതിയിലുണ്ട്. ഇതൊക്കെ നിങ്ങൾ കണ്ട് ആസ്വദിക്കുക. ഈ പ്രകൃതി അത്രയും മനോഹാരിതമായ പ്രകൃതിയാണ്. ഈ പ്രകൃതിയിലെ കാഴ്ചകളും അത്രയും മനോഹാരിത നിറഞ്ഞാണ്. അത്തരത്തിൽ ഈ പ്രകൃതിയുമായി കൂട്ടിയിണങ്ങിക്കൊണ്ടുള്ള മനോഹരമായ ജീവിതം നയിക്കാൻ എൻ്റെ മക്കൾക്ക് സാധിക്കട്ടെ. ഇപ്പോൾ എത്രയും പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കൾ ജോയിൻ ചെയ്യൂ. ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ആപ്പിലുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.